ഓയിസ്ക ടോപ്പ് ടീൻ കോൺടെസ്റ്റിൽ സദേൺ ചാപ്റ്ററിൽ ഒന്നാം സ്ഥാനത്തെത്തിയ മിന്ന ബസാനിയെ ആദ്യമായി സൺഡേ മാഗസിൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. സന്തോഷം. വാണിമേൽ ഗ്രാമപഞ്ചായത്തിലെ മുളിവയൽ എന്ന് പറയുന്ന ഒരു ഓണം കേറ മൂലയിൽ നിന്ന് ജപ്പാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന നടത്തിയ ഒരു പരീക്ഷയിൽ ഇനി അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനം നേടി എന്നതിൽ നാട്ടുകാർക്ക് അഭിമാനമുണ്ട്. ആ അഭിമാനം മിന്നയുമായി പങ്കുവെക്കുകയാണ്. ഇത് സംബന്ധമായി പ്രേക്ഷകർക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ് മിന്നയോട് ചോദിക്കുന്നത്. സന്തോഷമായിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ. മിന്നയെ അറിയാം. ഭൂമിവാതിക്കൽ MLP സ്കൂൾ അധ്യാപകരായ സൂപ്പി മാസ്റ്ററുടെയും റഹമത്ത് ടീച്ചറുടെയും മകളാണ്. പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഞാൻ LKG പഠിച്ചത് ഇവിടെ DCTയിലാണ്, കൊളപ്പറമ്പ് DCTയിൽ. പിന്നെ UKG അൽഹുദ, നാദാപുരം അൽഹുദയിൽ പഠിച്ചു. പിന്നെ 1ാം ക്ലാസ് മുതൽ അങ്ങോട്ട് ഹൈടെക്കിൽ തന്നെ പഠിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ ഇപ്പൊ പഠിക്കുന്നത് ഏത് ക്ലാസ്സിലാണ്? ഹൈടെക് 10th-ലാണ്. ഇപ്പൊ 10th-ലാണ് പഠിക്കുന്നത്. 1 മുതൽ 10ാം ക്ലാസ് വരെ ഹൈടെക് ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിച്ചത്. CBSE സ്കീമിലാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് ഇനി അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വിശദീകരണം ഞങ്ങൾക്കറിയില്ല. ആദ്യമായിട്ടല്ല, വാണിമേലിൽ നേരത്തെ ഒരു കുട്ടിക്ക് ഈ ടോപ്പ് ടീൻ തന്നെ അല്ലേ പരീക്ഷയിൽ വിജയമായിട്ടുണ്ട് എന്നറിയാം. വാണിമേലിലെ C. മൊയ്തുവിൻ്റെ മകൻ. എന്നിരുന്നാലും ഇപ്പോഴാണ് ഇത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. മിന്നയിലൂടെയാണ് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട് അറിയുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, ആ സ്കോളർഷിപ്പ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങൾ പറയാം. ആദ്യം ഓരോ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ് കൊടുത്തിട്ട് എക്സാം ഉണ്ടാവും. അപ്പോൾ ഒരു 100-150 ക്വസ്റ്റ്യൻസ്, 100-150 ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് ഓരോ ചാപ്റ്ററിനും 3 ബോയ്സിനെയും 3 ഗേൾസിനെയും സെലക്ട് ചെയ്തിട്ട് പിന്നെ ഇതിപ്പോ സദേൺ ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ജില്ലാടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ സംസ്ഥാനാടിസ്ഥാനത്തിലാണോ അറിയാം? ഓയിസ്കയുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് സംവിധാനം അത് ജില്ലാ തലത്തിലുണ്ട്. പിന്നെ ജില്ല ചേർന്നിട്ട് വിഭജിച്ച് കുറെ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതാ കുറ്റ്യാടി, ഈ കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നത്. സദേൺ ചാപ്റ്ററിൽ വരുന്നത് മെയിനായിട്ട് കോഴിക്കോട് തന്നെയാണ് മെയിൻ. പിന്നെ കോഴിക്കോടാണ് സദേൺ ചാപ്റ്ററിലെ ആസ്ഥാനം. പിന്നെ മറ്റു ജില്ലകളിലും. അപ്പൊ ഇങ്ങനെ ചാപ്റ്ററിൽ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. ഓരോ കുറ്റ്യാടി, കൊയിലാണ്ടി തുടങ്ങിയ ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റ്യൻസ് കൊടുക്കും. അപ്പൊ അവിടെ ഏറ്റവും ഉയർന്ന മാർക്കിൽ വരുന്ന 3 ആൺകുട്ടികളെയും 3 പെൺകുട്ടികളെയും ജില്ലാ മത്സരത്തിന് വേണ്ടി സെലക്ട് ചെയ്യും. ജില്ലാതല മത്സരത്തിന് വേണ്ടി. അങ്ങനെ ഓരോ ജില്ലയിൽ നിന്നും പിന്നെയും ഓരോ ആൺകുട്ടിയും ഓരോ പെൺകുട്ടിയും സെലക്ട് ചെയ്യും. അപ്പോൾ ഈ ഓരോ ജില്ലയിൽ നിന്ന് വരുന്ന 2 കുട്ടികളെ ലാസ്റ്റ് സ്റ്റേറ്റ് മത്സരത്തിന് വരുന്നത്. അപ്പോൾ 28 കുട്ടികളുണ്ടാവും. 14 ആൺകുട്ടികൾ, 14 പെൺകുട്ടികളായിട്ട്. ആ 28ലാണ് ഇപ്പോൾ ഫസ്റ്റ് കിട്ടിയത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പം പിന്നെ ഇത് മോണിറ്ററി ബെനിഫിറ്റ് ചിലപ്പോൾ ഉണ്ടാവും, ഞങ്ങൾ ചോദിക്കുന്നില്ല. ഉയർന്ന പഠനത്തിന് എന്തൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് വകയുള്ള സഹായങ്ങൾ? ഇവിടെ ഞങ്ങൾക്ക് ജപ്പാനിൽ പഠിക്കാനുള്ള ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്കോളർഷിപ്പ് ലഭിച്ചാൽ ജപ്പാനിൽ തുടർന്ന് പഠിക്കാൻ പറ്റും. ഇതിന് ഹയർ സ്റ്റഡി എന്ന് പറയുന്നത് ഇത്ര വരികയെന്നുണ്ടോ? അവിടെ +1 +2 പഠിക്കാന്നാണ് സ്കോളർഷിപ്പ് പറയുന്നത്. +1 +2 അവിടെ ജപ്പാനിൽ പഠിക്കാൻ പറ്റും. ഏകദേശം ഒരു 15 ലക്ഷം രൂപ ഓരോ കുട്ടിക്കും വേണ്ടി ചെലവഴിക്കുന്നു എന്നാണ് പറയുന്നത്. 15 ലക്ഷം രൂപ. +1 +2 അവിടുത്തെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അവരുടെ തുടർന്ന് പഠനത്തിനുള്ള സഹായം ഉണ്ടോ അറിയോ? അതെന്താ അറിയാം? അതിനെക്കുറിച്ച് ഞങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. മിന്ന എന്തായാലും ജപ്പാനിൽ പോയിട്ട് തുടർ പഠനം ആഗ്രഹിക്കുന്നു. തീരുമാനമായിട്ടുണ്ടോ? ആയിട്ടില്ല. തീരുമാനമായിട്ടില്ല. പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെയൊന്നും അല്ല, ജപ്പാൻ അതുകൂടി നമ്മളെ പ്രേക്ഷകരും നാട്ടുകാരും അറിയേണ്ടതാണ്. ജപ്പാനിൽ വാണിമേൽക്കാർ ഇപ്പൊ തന്നെ ഉയർന്ന പഠനത്തിന് പഠിക്കുന്നുണ്ട്. ക്രസന്റ് ഹൈസ്കൂളിൽ നിന്ന് തന്നെ SSLC പാസ്സായി നല്ല മാർക്കോട് കൂടി പോയ വാണിമേലുള്ള തോട്ടത്തിൽ മൊയ്തു സാഹിബിന്റെ മകൻ ബഷീർ അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷന് വേണ്ടിയിട്ട് പഠിക്കുന്നു.
വാണിമേൽ മൂസ വാണിമേലിൻ്റെ മകളുടെ മകൻ റഹീം അവിടെ ഇതുപോലെ തന്നെ ഉയർന്ന പഠനത്തിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോൾ ജപ്പാൻ എന്ന് പറയുമ്പോൾ പണ്ട് നമുക്ക് ഹിരോഷിമ നാഗസാക്കി എന്നുള്ള ആകെ ഒരു വിവരമാണുള്ളത്. 2ാം ലോക യുദ്ധത്തിൽ ബോംബ് വീണ 2 നഗരങ്ങളെ പേരിലാണ് നമ്മൾ ജപ്പാൻ ആകെ അറിയാവുന്നത്. പക്ഷെ ഇപ്പോൾ ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാണിമേൽക്കാർ കൂടി പഠിക്കുന്ന, വാണിമേൽക്കാർ പോയി താമസിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് നാട്ടുകാർക്ക് ഒരടുപ്പം ജപ്പാനുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, നേരത്തെ നമ്മൾ ജപ്പാൻ എന്ന് പറയുന്ന ആ വലിയ അകലം പിന്നെ ഇപ്പോഴും അത്ര കാണണ്ട, അത് കുറച്ചും കൂടി എന്തായിട്ടുണ്ട്, നമ്മളുമായിട്ട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഘടകങ്ങളൊക്കെ മിന്നക്കും പ്രചോദകമാകുമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തായാലും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇപ്പൊ പിന്നെ പ്ലസ് SSLC കംപ്ലീറ്റ് ചെയ്തിട്ടുമില്ല, അതൊരു വിഷയമാണ്. എന്തായാലും ഇവിടുന്ന് SSLC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഭാവി പരിപാടികൾ തീരുമാനിക്കേണ്ടത്. ഇനി ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക പ്രിപ്പറേഷൻ, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് മിന്ന നടത്തിയത്? ജില്ലാതല മത്സരത്തിന് വേണ്ടിയിട്ട് ആദ്യം കുറ്റ്യാടി ചാപ്റ്റർ. ഇത് റിട്ടേൺ എക്സാം ആണോ ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളതാണോ? കുറ്റ്യാടി ചാപ്റ്ററിലെ മത്സരം റിട്ടേൺ ആയിരുന്നു. ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് ജില്ലാതലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ ഞാൻ മുമ്പ് പോയ കുട്ടികളോട് ചോദിച്ചു എങ്ങനെയാണ് മത്സരം ഉണ്ടാവുക. അപ്പോൾ അവിടെ റിട്ടേൺ ടെസ്റ്റിനേക്കാളും നമ്മുടെ മറ്റ് എബിലിറ്റീസ്, മറ്റ് സ്കിൽസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. പബ്ലിക് സ്പീക്കിംഗ്, പിന്നെ റൈറ്റിംഗ് വരുന്നുണ്ട്, ക്വിസ് അല്ലാതെ മറ്റ് റൈറ്റിംഗ്, പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി, അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ക്രിയേറ്റിവിറ്റി ഏത് ഫീൽഡിലുള്ളത് അവർ നോക്കുന്നത്? എന്തെങ്കിലും ഐറ്റം തന്നിട്ട് ചെയ്യാൻ പറയുകയാണോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള നമ്മളുടെ ക്രിയേറ്റീവ്നെസ് അവർ പരിശോധിക്കുകയാണോ? അല്ല, അവിടെ നിന്ന് തരുന്ന ടോപ്പിക് കൊണ്ട് ചെയ്യാം. ഡിസ്ട്രിക്ട് ലെവലിൽ ഞങ്ങൾക്ക് ഒരു കൊളാഷ് ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ സ്റ്റേറ്റ് ലെവൽ വന്നപ്പോൾ ഞങ്ങൾക്ക് 2 മാച്ച് ബോക്സ് തന്നു, പിന്നെ ഒരു ഫെവിക്കോളും. എന്നിട്ട് അതിനെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വണ്ടി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് തിങ്സ്. അങ്ങനെ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഗിവൺ തിങ്സ് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചത്. 2 മാച്ച് ബോക്സും ഒരു ഫെവിക്കോളും മാത്രം. എന്നിട്ട് എന്താ ഉണ്ടാക്കിയത് മിന്ന? ഞാനൊരു ബോട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോ അതിന് അല്ല, ഈ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഈ മാച്ച് ബോക്സും ഫെവിക്കോളും തന്നെയാണ് കൊടുക്കുന്നത്? എല്ലാവർക്കും ഒന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് അവർ നോക്കുന്നത്. ഓരോരുത്തർക്കും 2 മാച്ച് ബോക്സ്, ഒരു ഫെവിക്കോൾ. അപ്പൊ അങ്ങനെ, അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ഉണ്ട്, സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് പറഞ്ഞത്, റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ ഇത് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഇന്റർവ്യൂ, അതായിരുന്നു കൂടുതലുള്ളത്. ഈ ഇന്റർവ്യൂവിന്റെ ബോർഡ് ഇവിടെ ഉള്ള ആൾക്കാരാണോ അല്ലെ പുറമേ നിന്നുള്ളവരുണ്ടോ അറിയോ? ഞങ്ങൾക്ക് അവിടെ വന്ന പാനൽ ഓഫ് ജഡ്ജസ്, ഒന്ന് വിനോദ് സർ, ട്രെയിനറാണ്, ഇന്റർനാഷണൽ. പിന്നെ പ്രൊവിഡൻസ് കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറർ, കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ. പിന്നെ കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ മാനേജ്മെന്റ് സ്റ്റഡീസ് ലെക്ചറർ അപർണ മാം. അവർ 3 പേരായിരുന്നു വന്നത്. പിന്നെ മലയാള മനോരമയിലെ മാനേജർ, സർക്കുലേഷൻ മാനേജർ, അവിടെ ഓസ്കയുടെ ഡയറക്ടറാണ്, ആ സാറും കൂടെ ഉണ്ടായിരുന്നു, അനൂപ് സർ. അവരാണ് ഈ ബോർഡ്, ഇന്റർവ്യൂവിന്റെ ബോർഡ്. അവരാണ് ഈ പറയുന്ന നിങ്ങൾ ശരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ റിസൾട്ട് അപ്പൊ തന്നെ നമുക്ക് കിട്ടുമോ, ഇനി അല്ലെങ്കിൽ അവര് പിന്നെ അറിയിക്കുകയാണ് ചെയ്യുന്നത്? നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞു, ഈ പറയുന്ന അപ്പിയറൻസ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ അന്ന് തന്നെ കിട്ടുമോ? അന്ന് രാവിലെ തുടങ്ങി പ്രോഗ്രാം. അപ്പൊ ഓരോ സെഷനായിട്ട് കഴിഞ്ഞു. അപ്പൊ വൈകുന്നേരം റിസൾട്ട് വന്നു. വൈകുന്നേരം തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്തു. അവര് പ്രത്യേകിച്ചിട്ട് വല്ല നിർദ്ദേശവും നിനക്ക് നൽകിയിട്ടുണ്ടോ? കൂടുതൽ ഇങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടോ, ഇനി അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് ഇന്ന ഫീൽഡിൽ ആണ് കൂടുതൽ താല്പര്യം എന്ന് തോന്നുന്നു എന്നുള്ള നിലക്ക് ഡൈവേർഷൻ ഇന്ന ഭാഗത്തേക്ക് വേണം എന്നുള്ള ഉപദേശം എന്തോ തന്നിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ആൺകുട്ടി എവിടെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടികളുടെ വിഭാഗത്തു നിന്നാണ് മിന്ന 1ാം സ്ഥാനത്തെത്തുന്നത്. ആൺകുട്ടി അറിയാം എവിടെയാന്നുള്ളത് അറിയാം? ശരിയായിട്ട് എനിക്ക് ഓർമ്മയില്ല. നമ്മളുടെ ഈ ഏരിയയിലല്ല, കോഴിക്കോടല്ല, കോഴിക്കോട് ജില്ലയിലും അല്ല, വയനാട്ടിലും അല്ല. അത് ശരി, കോഴിക്കോട് വയനാട് ജില്ലയിലും അല്ല, അതിന് പുറത്താണ്. അപ്പൊ എന്തായാലും മിന്നക്ക് സർവ്വവിധ ഭാവുകങ്ങളും നേരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മിന്ന ജപ്പാൻ എന്നല്ല, പുതിയ പുതിയ ഉയരങ്ങളിൽ ഇനിയും എത്തുമെന്നും, അങ്ങനെ നമ്മളുടെ നാടിൻ്റെ പേര്, അതുപോലെ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പേരൊക്കെ പുറം ലോകത്തെത്തിക്കാൻ മിന്ന കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.